അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂട്ടുകാരെ, എന്നെ ഓർമ്മയുണ്ടോ? കുറച്ച് നാളായി നമ്മൾ കണ്ടിട്ട്. എൻ്റെ പേര് ഐറ ഫാത്തിമ. ഞാൻ മദ്രസയിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നമുക്ക് 7ാം ക്ലാസ്സിലെ കുറച്ച് പാഠഭാഗങ്ങൾ പഠിച്ചാലോ? എന്നാൽ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട കൊച്ചു മകനെ പറ്റി പഠിക്കാം. ഒരു ദിവസം തോളിലിരിക്കുന്ന കുട്ടിയെ സ്നേഹത്തോടെ തലോടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹു ഫഅഹിബ്ബുഹു. അല്ലാഹുവേ, ഞാൻ ഇവനെ ഇഷ്ടപ്പെടുന്നു, നീയും ഇവനെ ഇഷ്ടപ്പെടണമേ. ആരാണ് ആ കുട്ടിയെന്നറിയാമോ? അത് ഹസൻ റളിയല്ലാഹു അൻഹു ആണ്. ഹിജറ 3ാം വർഷം റമദാൻ മാസത്തിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമ ബീവിയുടെയും മകനായി ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ചു. അദ്ദേഹം ജനിച്ച അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷം പ്രകടിപ്പിക്കുകയും കുട്ടിക്ക് മധുരം നൽകുകയും ഹസൻ എന്ന് പേരിടുകയും ചെയ്തു. 7ാം ദിവസം അക്കീഖ അറുക്കുകയും മുടിയുടെ തൂക്കം വെള്ളിദാനം ചെയ്യുവാൻ പറയുകയും ചെയ്തു. നബിയോട് വളരെ ശാരീരിക സാമ്യമുള്ള ഒരാളായിരുന്നു ഹസൻ റളിയല്ലാഹു അൻഹു. സൽസ്വഭാവം, ഇബാദത്തുകൾ തുടങ്ങിയവയിൽ വളരെ നിഷ്കർഷത പുലർത്തുന്ന ഒരാളായിരുന്നു അദ്ദേഹം. നിങ്ങൾ ആമുൽ ജമാ ഐക്യവർഷമെന്ന് കേട്ടിട്ടുണ്ടോ? അലി റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ തലസ്ഥാനമായ കൂഫയിലെ ജനങ്ങൾ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി ബൈഅത്ത് ചെയ്തു. ഡമസ്കസിലെ ഗവർണർ മുആവിയ റളിയല്ലാഹു അൻഹുവിന് ഇതിനോട് എതിർപ്പുണ്ടായിരുന്നു. ക്രമേണ അവർ തമ്മിലുള്ള അകലം വർദ്ധിക്കുകയും ഒരു യുദ്ധത്തിനുള്ള സാഹചര്യം ഉരുണ്ടുകൂടുകയും ചെയ്തു. ഇതൊഴിവാക്കുവാൻ വേണ്ടി ഹസൻ റളിയല്ലാഹു അൻഹു അധികാരം മുആവിയ റളിയല്ലാഹു അൻഹുവിന് കൈമാറി. ഹിജറ 40-ലായിരുന്നു ഇത്. അധികാരം മുആവിയ റളിയല്ലാഹു അൻഹുവിന് കൈമാറിയതിനു ശേഷം ഹസൻ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് മടങ്ങി. ഹിജറ 49-ൽ വിഷബാധയേറ്റ് ഹസൻ റളിയല്ലാഹു അൻഹു വഫാത്തായി. ജന്നത്തുൽ ബഖീയിലാണ് ഖബർ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചു വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.